ഹലോ ഗൈസ്, ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ചക്കയുടെ സീസണല്ലേ. എനിക്ക് അല്പം കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട്. മഴ അധികം തുടങ്ങാത്തത് കാരണം ഈ ചക്കക്ക് നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ ഓർത്തു കുട്ടികൾക്ക് അല്പം ചക്കയപ്പം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാനത് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ അരിപ്പൊടി കൂടി ഇടുകയാണ്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇവയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പരുവത്തിലാക്കിയിരിക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ പരുവത്തിലാക്കിയിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു ദോശമാവിൻ്റെ അത്രയും ആകണ്ട എങ്കിലും ഞാനിപ്പോൾ ബാക്കി വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ ആ ഒരു കാണിച്ചു തരാം. കണ്ടോ, ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഇത് ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇതാക്കി ഈ പരുവത്തിൽ കണ്ടോ, ഈ പരുവത്തിൽ, അതായത് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. കാരണം മാവ് നമുക്ക് ആ ചക്കയിൽ ഇങ്ങനെ പിടിക്കണം, മനസ്സിലായോ? ഇപ്പോൾ ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഇത്തിരി നേരം നമുക്കിതിങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് അല്പം അടി കട്ടിയുള്ള ഒരു പാത്രം, ചീനച്ചട്ടിയോ എന്തെങ്കിലും ആ പാത്രം വെച്ച് നമ്മൾ അത് ഒന്ന് ചൂടായി അതിനകത്ത് ജലാംശമൊന്നും ഇല്ലാണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 1/2 കിലോയോളം ഒഴിക്കുക, കാരണം ഇത് മുങ്ങിക്കിടക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. ശേഷം നമുക്ക് മാവിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ മാവിൽ നിന്നും കോരിയാണ് ഇടേണ്ടത്. എണ്ണ ചൂടായോ എന്ന് നോക്കാം. ചൂടായി കണ്ടോ, മാവ് ഇങ്ങനെ പൊങ്ങി വരും. കണ്ടോ, എണ്ണ ചൂടായി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മാവ് അങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ അതിൽ നിന്നും ഓരോ ചക്കയപ്പം നല്ലപോലെ മാവിൽ മുക്കിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് പഴം പൊരിക്കും, അതായത് വാഴക്കാപ്പത്തിനും നമുക്ക് ഉണ്ടാക്കാൻ ഇത് തന്നെയാണ്. ഈ മാവിൻ്റെ കൂട്ട് തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാണിത്. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നിയതുമാണ് അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇവിടെ മക്കൾക്കും ഒക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചക്കയപ്പം ആയാലും വാഴക്കപ്പം ആയാലും ഒക്കെ, പഴംപൊരി ആണെങ്കിലും ഒക്കെ. കേട്ടോ, ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ വശം വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം കേട്ടോ. വേണമെങ്കിൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതിൽ മുങ്ങിക്കിടക്കും. അപ്പോൾ അത്രയും എണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ പാക്കറ്റ്. അപ്പോൾ ഇതിങ്ങനെ മറച്ചിടുക. ഒരുപാട് മീഡിയം ഫ്ലെയിമിലൊന്നുമല്ല, അത്യാവശ്യം കൂട്ടി തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കരിയുന്നു എന്ന് തോന്നുന്നെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ഓക്കെ, ചക്കക്ക് നല്ല മധുരമുണ്ട്. ആ മധുരത്തിൻ്റെതാണ് ആ മാവ് അങ്ങനെ ഒരു സ്വല്പം ഇതിങ്ങനെ കാണുന്നുണ്ടോ, അതുകൊണ്ടിട്ടാണ്. അല്ലാതെ അത് കരിഞ്ഞിട്ടില്ല, മധുരം ഉണ്ട് നല്ല ചക്കയ്ക്ക്, അതുകൊണ്ടിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഓക്കെ,
ഞാൻ അല്പം തീ കുറച്ചിട്ടിട്ടുണ്ട്, കാരണം എണ്ണ നല്ല ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വേഗം തന്നെ വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് ഇടുകയാണ്. അതിടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇടുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ചക്കയൊക്കെ തിന്നാത്ത കുട്ടികൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ, ചക്കയൊക്കെ നമ്മൾ ഓരോ കാലത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണല്ലോ. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല. കളറിന് പോലും മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്.